ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി നമ്മൾ കുറച്ച് ദിവസം മുന്നേ കേട്ടതാണ്. ഞാൻ ഇവരുടെ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ VF7 പറ്റിയും VF9 പറ്റിയാണ് സംസാരിച്ചത്. കാരണം ഇവരുടെ ആദ്യത്തെ ടീസറിൽ ഈ രണ്ട് വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ വിൻഫാസ്റ്റ് ഇവിടെ ഒഫീഷ്യലി അവരുടെ വാഹനങ്ങൾ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവൻ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ അവരുടെ ഗ്ലോബൽ പോർട്ട്ഫോളിയോ മുഴുവൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. VF3 ആയിക്കോട്ടെ, VF6 ആയിക്കോട്ടെ, VF7 ആയിക്കോട്ടെ, VF8, VF9, ഈവൻ VF34 അങ്ങനത്തെ എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ അവർ കൺഫേം ചെയ്തിരിക്കുന്നതനുസരിച്ച് 2025 ഇന്ത്യയിൽ വരാൻ പോകുന്ന രണ്ട് വാഹനങ്ങളാണ് VF6ഉം അതുപോലെ VF7ഉം. ഇതിൽ നമുക്ക് എന്തായാലും ആദ്യം VF6ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതാണ് ഇവരുടെ ഒരു എൻട്രി ലെവൽ വാഹനമായിട്ട് അവർ കൊടുക്കാൻ പോകുന്നത്. ആൻഡ് വേറൊരു കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കില്ല അവരിവിടെ വിൽക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ഇവർ MOU സൈൻ ചെയ്തായിരുന്നു. തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് വിൻഫാസ്റ്റ് ഇപ്പോൾ അവരുടെ പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ലോക്കലി അസംബിൾഡ് വാഹനങ്ങളായിരിക്കും കിട്ടുന്നത്. അതായത് പാർട്സ് ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുന്ന പരിപാടി. പക്ഷേ എന്നാൽ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അവരിവിടെ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം മിക്ക കമ്പനികളും ഇന്ത്യയിൽ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ഒരു പരിപാടിയും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ വിൻഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചൈനീസ് കമ്പനിയാണെന്ന്. പക്ഷേ ഇതൊരു ചൈനീസ് കമ്പനിയല്ല. ഇതൊരു വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. വിയറ്റ്നാമിലെ വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഓൺ ചെയ്യുന്നതാണ് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പാസഞ്ചർ കാർ ഡിവിഷൻ. പാസഞ്ചർ കാർ മാത്രമല്ല, ഇവർക്ക് ഇലക്ട്രിക് വാഹനങ്ങളാണ് കൂടുതൽ. സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ, കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. എന്തായാലും ഇവരിവിടെ ഇറക്കാൻ പോകുന്ന ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വണ്ടിയായിരിക്കും VF6. നമ്മുടെ മഹീന്ദ്രയുടെ B60 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടാറ്റ കർവ് EV ആൻഡ് ഈവൻ ഈ അടുത്ത് വന്ന വിറ്റാര തുടങ്ങിയ വാഹനങ്ങളൊക്കെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ മെയിൻ റൈവൽസ്. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രണ്ട് പ്രൊഫൈലാണ്. വളരെ സ്ലിം ആയിട്ടുള്ള DRLs ടോപ്പ് പോർഷന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ ലോഗോ ആയിട്ട് സിമുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു V ഷേപ്പ് DRLസിലും അവർ കട്ടൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ LED ഹെഡ് ലാംപ്സ് ആണ് കിട്ടുന്നത്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് അവർ LED പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പർ സാധനങ്ങളെല്ലാം തന്നെ, അതായത് ലോവർ പോർഷൻ നമുക്ക് ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് കിട്ടുന്നത്. SUV പോലത്തെ ക്ലാഡിംഗ് ഒക്കെ കൊടുക്കാൻ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് അത്ര വലിയ സൈസുള്ളൊരു വണ്ടിയല്ല. ഏകദേശം നമ്മുടെ ഒരു മിൻസർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സൈസാണ് ഈ വാഹനത്തിന് വരുന്നത്. അതായത് 4238 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത്. വിട്ട് ആണെങ്കിലും 1820 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. ആവശ്യത്തിന് വിട്ടുണ്ട്. വീൽ ബേസ് ആണ് ഏറ്റവും കൂടുതൽ. സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ 2720 mm വീൽ ബേസ് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൈറ്റ് ആണെങ്കിലും 1.6 മീറ്റേഴ്സ് ഉണ്ട്. സോ ഓവറോൾ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ നമ്മളെന്തായാലും ഒരുപാട് കുറ്റം പറയില്ല. ആൻഡ് ഈവൻ അലോയ്സ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ അകത്ത് അവർ 18 ഇഞ്ച് അലോയ്സാണ് ടോപ്പിൽ കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് വേരിയൻസിലെല്ലാം 17 ഇഞ്ച് അലോയ്സ് ആയിരിക്കും കിട്ടുന്നത്. സോ അവിടെ വലിയ കുഴപ്പമില്ല. പിന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ്. VF7 നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ചാർജിങ് പോയിന്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷാർക്ക് ഫിൻ ആൻറ്റിന അതുപോലെ മിറേഴ്സിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈൽ. ഇനിയിപ്പം റിയർ പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ എഗെയിൻ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് കണക്റ്റഡ് എന്ന് പറയുമ്പം അവരുടെ ലോഗോയിൻ്റെ അവിടെ വെച്ചൊരു V ഷേപ്പ് കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബൂട്ടിലേക്ക് എന്തായാലും ലൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ലോവർ പോർഷനിൽ നമുക്ക് എഗെയിൻ അടുത്ത ലൈറ്റ്സ് കാണാൻ പറ്റും. റിവേഴ്സ് ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഈവൻ ദോ ഗ്ലോബലി നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അങ്ങനെ ഭയങ്കര ഹൈ അല്ല എന്ന് പലരും പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പനി യൂറോപ്പിലുണ്ട്, അതുപോലെ വേറെ പല ഏഷ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു ക്വാളിറ്റിയെ പറ്റി ചിലർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വണ്ടികൾക്ക് പിന്നെ പൊതുവെ അവർ ബാക്കി മാർക്കറ്റുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വാളിറ്റി കോൺഷ്യസ് മാർക്കറ്റ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും. അതിനെപ്പറ്റി എന്തായാലും നമുക്ക് വണ്ടി വന്നിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഓവറോൾ അവർ അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. അതായിരിക്കില്ല ഇന്ത്യയിലേക്ക് വരുന്നത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. അവരിപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ, അതായത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺവേർട്ടഡ് വണ്ടി കാണിക്കാനുള്ളൊരു മടി കൊണ്ടായിരിക്കാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾ കാണിച്ചിരിക്കുന്നത്. ഓട്ടോ എക്സ്പോയിലൊക്കെ കിടക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളാണ്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ഡ്യുവൽ ടോൺ ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്കൊരു ചെറിയ ഫ്ലാറ്റ് ബോട്ടൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നടുവിൽ വിൻഫാസ്റ്റിൻ്റെ ലോഗോ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ബട്ടൺസ് ആണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒന്നും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടില്ല. ആൻഡ് സെൻറ്റർ കൺസോൾ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പാർക്ക്, ഡ്രൈവ്, ന്യൂട്രൽ അങ്ങനത്തെ മോഡ്സ് വരുന്നതെല്ലാം ബട്ടണായിട്ടാണ്, അല്ലാതെ നമ്മുടെ റോട്ടറി നോബോ അല്ലെങ്കിൽ ആംബ്രസ്റ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്ന പോലെയല്ല. ആൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും. ആൻഡ് അത് 12.9 ഇഞ്ചാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഡിസ്പ്ലേ സൈസൊക്കെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം സഫീഷ്യൻ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് 360° പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഓട്ടോ AC ആയിക്കോട്ടെ. പിന്നെ നമുക്കൊരു പാനറോമിക് സൺറൂഫ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. സൺറൂഫ് മീൻസ് തുറക്കാൻ പറ്റുന്ന സൺറൂഫ് അല്ല, കൈൻഡ് ഓഫ് ഒരു ഗ്ലാസ് റൂഫ് പോലെ പറയാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ബാക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഡിസൈനൊക്കെ നോർമൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരുപാട് സ്പോർട്ടീവ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഡ്രൈവർ സൈഡ് സീറ്റൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്.
ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ നോക്കാനാണെങ്കിൽ പൊതുവേ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ നമുക്ക് മൾട്ടിപ്പിൾ ബാറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് വയ്ക്കാനായിട്ട്. പക്ഷേ ഈ വണ്ടിയിൽ ആകെപ്പാട് നമുക്കൊരു 59.6 kWh ബാറ്ററി പാക്ക് മാത്രമേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ B60 ആയിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു ബാറ്ററി കൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കർവി 55 ആണ് ലോങ് റേഞ്ചിൽ വരുന്നത്. ക്രെറ്റ EV 51.4 കിട്ടുന്നുള്ളൂ. അതൊക്കെ നോക്കുമ്പോൾ ബാറ്ററിക്ക് ഇതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇതിൻ്റെ WLTP ക്ലെയിം ചെയ്തിരിക്കുന്ന റേഞ്ച് 399 km ആണ്. അതെന്തായാലും നമുക്ക് ഏകദേശം റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് തന്നെയാണ്. ആൻഡ് ഈവൻ പവർ നോക്കുകയാണെങ്കിലും 178 PS 250 Nm ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ വണ്ടി നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇക്കോ പ്ലസ് എന്ന് പറഞ്ഞ 2 വേരിയൻസ് ഉണ്ട്. ഇക്കോയുടെ പവറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 204 PS പവറും 310 Nm ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയാണ്. പക്ഷേ ബാറ്ററിയിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും പവർ കൂടിയതുകൊണ്ടും നമുക്ക് റേഞ്ച് 381 km ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. ലെവൽ 2 ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ വണ്ടിയിൽ OTA അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. ഇൻഫോടൈം സിസ്റ്റം അതുപോലെ ബാക്കി സാധനങ്ങൾക്കൊക്കെ ആയിട്ട് അതിനൊന്നും നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇവരുടെ അടുത്ത വണ്ടി VF7 ആണ്. ഞാനിതിൻ്റെ ഡിസൈനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് നോക്കാം. ഈ വണ്ടി ഏകദേശം ഒരു ടിസോണിൻ്റെയൊക്കെ സൈസ് വരുന്ന വാഹനമാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ എഗെയിൻ നമ്മൾ മറ്റേ വണ്ടിയിൽ കണ്ടതുപോലെ തന്നെ DRLs വളരെ സ്ലിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഗോയുടെ അവിടെ ഒരു കട്ടൗട്ട് ഉണ്ട്. ആൻഡ് LED DRLs അതുപോലെ തന്നെ LED ഹെഡ്ലാംപ്സ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈൽ എടുക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം 4.5 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് ഉണ്ട്. 4545 mm. വിട്ട് 1890 mm ആണ് വരുന്നത്. സോ അത് നന്നായിട്ടുണ്ട്. വീൽ ബേസും വളരെ കൂടുതലാണ്. 2840 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അത് ഈ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് അവർക്ക് ആ ഒരു സംഭവം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസ് യൂട്ടിലൈസേഷൻ ഒക്കെ നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ നോർമൽ വേരിയൻസിൽ 19 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. പക്ഷേ ഇൻ്റർനാഷണലി 20-21 ഇഞ്ചസിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇതിൻ്റെ റിയർ ഡിസൈനും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ വരുന്ന ക്ലാഡിങ്ങിൽ അവർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. VF6 പക്ഷേ നമ്മൾ നോർമൽ ഒരു മാറ്റ് ബ്ലാക്ക് വരുന്ന ക്ലാഡിംഗ് ആണ് കണ്ടത്. ഇത് പക്ഷേ ഇത്തിരി കൂടെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറും ഏകദേശം നമ്മൾ VF6 കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര വലിയൊരു ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ വലുപ്പം കൂടുതലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം അങ്ങനെ ഓവറോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്തായാലും ഇൻഫോടൈം സിസ്റ്റത്തിന് സൈസിൽ വ്യത്യാസമുണ്ട്. 2 വേരിയൻസ് ആണ് ഇതിനുള്ളത്, ഇക്കോയും അതുപോലെ പ്ലസ്. ഇക്കോയിൽ 12.9 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റും പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ 15 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. എഗെയിൻ നമുക്ക് താഴത്ത് പാർക്ക്, ഡ്രൈവ്, ന്യൂട്രൽ അതിൻ്റെയൊക്കെ ബട്ടൺസ് തന്നെയാണ് വരുന്നത്. 3 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, മറ്റേ വയർലെസ് ചാർജർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ AC, പാനോറാമിക് ഗ്ലാസ് റൂഫ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ വണ്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും. അതാണ് VF7 വരുന്ന കുറച്ച് ഡിഫറൻസ്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഇന്ത്യയിൽ ഒരൊറ്റ ബാറ്ററി പാക്ക് കിട്ടുന്നുള്ളൂ. 75.3 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ ലോങ് റേഞ്ചിൽ വരുന്നത് 79 kWh ആണ്. അതിനേക്കാൾ ഇത്രയും കൂടെ കപ്പാസിറ്റി കുറവാണ്. ബട്ട് സ്റ്റിൽ വലിയ കുഴപ്പമില്ല. നമുക്കിപ്പോൾ പവറൊക്കെ എടുക്കാനാണെങ്കിലും ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയൻറ്റും ഓൾ വീൽ ഡ്രൈവ് മോഡലും അവൈലബിൾ ആണ്. എഗെയിൻ ഇക്കോ പ്ലസ് എന്ന് പറയുന്ന 2 വേരിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഇക്കോ വേരിയൻറ്റിൽ 204 PS 310 Nm ടോർക്കാണ് ഇത് ടോട്ടൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് 450 km ആണ് ക്ലെയിംഡ് റേഞ്ച് വരുന്നത്. WLTP സൈക്കിളിൽ വരുന്ന റേഞ്ചാണ്. പിന്നെ വരുന്നതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് മോഡലാണ്. അത് നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് കിട്ടുന്നത്. അതിന് അത്യാവശ്യം നല്ല പവറുണ്ട്. 354 PS പവറും 500 Nm ടോർക്കുമാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. പവർ ഇത്തിരി കൂടിയതുകൊണ്ട് തന്നെ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് റേഞ്ച് 431 km കുറഞ്ഞിട്ടുണ്ട്. കാരണം ബാറ്ററി കപ്പാസിറ്റിയുടെ വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. ഈ 2 വാഹനങ്ങളുടെയും പ്രൈസൊക്കെ ഈ വർഷത്തെ ഫെസ്റ്റീവ് സീസണിന് മുന്നേ തന്നെ അനൗൺസ് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഗൈസ്, ഇതാണ് വിൻഫാസ്റ്റ് ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന 2 പുതിയ വാഹനങ്ങൾ. പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്ത് അത് നോക്കിയേക്കാം. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.